ബീച്ചിൽ എന്താണ് ഈ യുവാവ് ഇങ്ങനെ ഇരിക്കുന്നത്? ഹലോ അമീഗോസ്, അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതും ഒരു ബീച്ച് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞങ്ങളൊരു ഏജൻസി ത്രൂ ആണ് വന്നിരിക്കണേന്ന്. അപ്പോൾ ആ ഏജൻസിയുടെ ഓണറും ആ ചേട്ടൻ്റെ ഫാമിലിയും പിന്നെ വേറൊരു 2 ഫാമിലിയും കൂടെ ഞങ്ങളൊരു ടീമായിട്ടായിരുന്നു ചിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്ട്രെയിറ്റ് ഹോട്ടലിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ പോയത് നൈറ്റ് ഒരു പാർട്ടിക്കാണ്. പാർട്ടി മീൻസ് മറ്റേ ക്രൂയിസ് അല്ലേ അവിടെ. ഇതെന്ന് പറയുന്നത് വലിയൊരു ഷിപ്പാണ്. ആ ഷിപ്പ് ബീച്ചിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര 2-3 മണിക്കൂർ അങ്ങാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ അത്രയും സമയം ഇരുന്നിട്ട് ചുമ്മാ എൻജോയ് ചെയ്യുക, ചില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റായി. തിരിഞ്ഞു നോക്കൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഗോഡ ഫോർട്ടാണ്. ഇതൊരു ഹിസ്റ്റോറിക് പോർച്ചുഗീസ് ഫോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ട് ചുറ്റിനുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ അറേബ്യൻ സീ ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്ഷൻ ഓഫ് ഫോർട്ട് അഗോഡ ഈസ് എന്താണ്, ഇതിൻ്റെ ഓൾഡ് ലൈറ്റ് ഹൗസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു ഹിസ്റ്റോറിക് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സ്റ്റോറീസും ഉണ്ട്. ഈ ഫോർട്ടിലെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണ്. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഏത് ഫോർട്ടിലാണ്? അഗോഡ ഫോർട്ടിലാണ്. നല്ല അടിപൊളി വെയിലാണ്. അവിടെ നിന്നൊരു 150 രൂപയുടെ കണ്ണടയും വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഭയങ്കര ഷോക്കും പറഞ്ഞാൽ ഈ കണ്ണട വെച്ചിട്ടും ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ചുമ്മാ അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഈ ഫോർട്ട് ഇവിടെ പണിതിരിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വോൾ വെച്ചിട്ടുള്ള ഈ ഒരു ഫോർട്ട് അവർ പണിതിരിക്കുന്നത്. പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയ്ക്കെതിരെ വന്നിരുന്ന അറ്റാക്കുകളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും അറബിക്കടലാണല്ലോ. അപ്പോൾ ഇതിൽ കൂടെ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് പോയിന്റ് ആയിട്ടും കൂടെ ഈ ഒരു ഫോർട്ട് ഉപയോഗിച്ചിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഗോവയിലൊരു പ്രധാന ടൂറിസ്റ്റ് ഏരിയ ആണിത്. അതുപോലെ തന്നെ ചരിത്ര സ്മാരകവും കൂടിയാണിത്. ഇത്രയും വലിയൊരു സംഭവമാണ് ആ ഫോർട്ടെന്ന് എനിക്ക് അവിടെ പോകുമ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്തപ്പോഴാണ് ഇത്രയും വലിയൊരു സംഭവമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയും വലിയൊരു ചരിത്ര സ്മാരകമായ ഫോർട്ട് കാണാൻ പറ്റിയതിൽ ഞാനും എൻ്റെ ഫാമിലിയും സന്തോഷിക്കുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഒരുപാട് നടന്ന് കാണാനും ചുമ്മാ ആ കടലിലേക്ക് നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര രസമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും കടലായ കാരണം നല്ല കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ അവിടെ തന്നെ കുറേ നേരം നിൽക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രണ്ടാമത് പോയത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചിലോട്ടാണ്. ആ ബീച്ചിലോട്ട് കുറച്ച് നടക്കണമായിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോയായിരുന്നു. അപ്പം എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചുമ്മാ ശ്രദ്ധിച്ചാണ് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് അവർ ചില്ല് ചെയ്ത് നടക്കണം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. ഞാൻ ഇടയ്ക്ക് കയറി നടക്കുന്നത് ശ്രദ്ധിക്കേണ്ട കേട്ടോ. എനിക്ക് പണ്ടേ ഇടയ്ക്ക് കയറി നടക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ പല കളറുള്ള ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ബ്രൈഡ് ചെയ്ത് തരുന്ന കുറേ ചേച്ചിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര്, ഞങ്ങളിലുള്ള പെൺപിള്ളേരിൽ കുറച്ച് 2-3 പേര് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ ചെയ്തു. ഞാൻ ചെയ്തില്ല, കാര്യം എനിക്ക് എന്താ ചെയ്യാനായിട്ട് തോന്നിയില്ല. ഇതെൻ്റെ നാത്തൂനാണ്, അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ 2 സൈഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീമിലുള്ള വേറെ 2-3 പേരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബീച്ച് ഉണ്ടല്ലോ അടിപൊളി ബീച്ചാണ്. ഏറ്റവും അടിപൊളി ബീച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര രസമായിരുന്നു അവിടുത്തെ വ്യൂ കാണാനായിട്ട്. അപ്പോൾ മുടിയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ബീച്ച് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് നടന്നു. ആക്ച്വലി ഈ ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ സ്ഥലങ്ങൾ പോകേണ്ട കാരണം ബീച്ചിലോട്ട് ഇറങ്ങി എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ ഇതുപോലെ ഇങ്ങനെ നടപ്പാതെ ഉണ്ട് അവിടെ, നമുക്ക് കാണാനായിട്ട് പറ്റും. ഫുൾ വ്യൂ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുവഴി ഞങ്ങളിങ്ങനെ നടന്ന് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ബീച്ചും കൂടെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Hello guys. Hi amigos. We are in Goa. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.